എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പോകാം കേട്ടോ. ഹരിപ്പാട്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുകയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തവണ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം രാവിലെ കുളിച്ച് റെഡിയായിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഞാൻ രാവിലെ കുളിക്കാറില്ല. പക്ഷേ ഇന്ന് അമ്പലത്തിൽ പോകണ്ടേ, അവിടോട്ട് എന്നാൽ വേറെ വൈബാണ് കേട്ടോ. ഇന്ന് മെയിൻ പരിപാടി തന്നെ അമ്പലം, അവിടെ പോകണം. രാവിലെ പോകണം, വൈകിട്ട് പോകണം. വൈകിട്ടാണല്ലോ ഈ കച്ചവടവും ലൈറ്റും അതൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ പ്രോഗ്രാംസൊക്കെ കാണും. ഉച്ച കഴിയുമ്പോൾ തൊട്ട് പരിപാടി തുടങ്ങും. അതൊരുപാട് പ്രോഗ്രാംസ് കാണും. ഇപ്പം എന്തായാലും പിള്ളേരെ കൊണ്ടുപോകുന്നില്ല, ഞാൻ തന്നെയാണ് പോകുന്നത്. ഈ സമയത്ത് അവരെ ഒരുക്കിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് തൽക്കാലം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും അമ്പലത്തിലോട്ട് പോകാം. അങ്ങനെ ഞാനും ഏട്ടായും കൂടെ 2 വീലറിൽ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഞാൻ എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് പറയുന്നതുകൊണ്ട് പലർക്കും അതൊരു ബോറടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് തീരെ ബോറടിക്കാത്തൊരു കാര്യമാണിത്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇന്ന് 6ാം ഉത്സവമാണ്. അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഞാൻ അത്ര ആഗ്രഹിച്ച് വരുന്നതാണ്. നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോകുന്നതും നമ്മൾ ആഗ്രഹിച്ച് പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് അമ്പലങ്ങൾ കയറി ഇറങ്ങുന്ന ഒരാളല്ല. പക്ഷേ എന്തോ എവിടെയോ ഒരു വിശ്വാസം ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പം എന്തൊക്കെയോ ഒരു സന്തോഷ സമാധാനം ഫീൽ ചെയ്യാറുമുണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോരോ വിശ്വാസങ്ങൾ, അത് അവരവരെ രക്ഷിക്കട്ടെ അല്ലേ. അപ്പോൾ ഇവിടെ നേരെ വന്ന് നിന്ന് അമ്പലത്തിൽ കയറുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങ് മറന്നു പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തൊഴുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളൊരു ചിന്ത കൂടുതലായിട്ടുണ്ട്. ആദ്യം ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടാണ് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിനകത്ത് കയറി പ്രദക്ഷിണം വെച്ചു, പ്രാർത്ഥിച്ചു. നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഏത് ആരാധനാലയത്തിൽ പോയാലും അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ മുറ്റത്തോ അല്ലെങ്കിൽ ആ ഒരു പടിക്കലൊക്കെ ഇരിക്കുന്ന നല്ല സുഖമുള്ള പരിപാടിയായിട്ടോ. അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാറുമുണ്ട്. എന്ന് വെച്ചാൽ ഒരു സമാധാനം. നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഞാനിവിടെ ദേവസ്വം ഓഫീസിൻ്റെ വാതിൽക്ക് വന്നിരിക്കുക കേട്ടോ. നമ്മുടെ ഹരിപ്പാട്ട് അമ്പലത്തിലെ മുരുകന് പ്രധാന വഴിപാടെന്ന് പറയുന്നത് നാരങ്ങാമാലയാണ്. ഇതിപ്പം അമ്പലത്തിനകത്ത് തന്നെ ഒരു നാരങ്ങാമാല കടയുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ചീട്ടെഴുതിയിട്ട് വേണം അകത്ത് കൊടുക്കാനായിട്ട്. സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഒരു ഉത്സവമാണെങ്കിൽ ഇവിടെ 3 തവണയാണ് ഉത്സവം നടക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പണ്ടത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴത്തേക്ക് ശീവേലി സമയമായി. ആനപ്പുറത്താണല്ലോ ഉത്സവം ആയാൽ ഭഗവാനെ ശീവേലിക്ക് എഴുന്നള്ളിക്കുന്നത്. അങ്ങനെ ആനയുടെ പുറത്താണ്. ഇന്നിപ്പോൾ 4 ആനയുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഭക്തിമയം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോകണം. ഇപ്പം കടകളൊക്കെ തുറന്നു വന്നിട്ടേ ഉള്ളൂ. ഹരിപ്പാട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോഡ് മൊത്തം കച്ചവടക്കാരായിരിക്കും. അമ്പലത്തിൻ്റെ ബാക്കിൽ പടിഞ്ഞാറേ നടയിലും ഇതുപോലെ കച്ചവടക്കാരായിരിക്കും കേട്ടോ. ഹരിപ്പാട് എൻ്റെ മാമിയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സമയത്താണ് പാത്രങ്ങൾ സഹിതം പുതുതായിട്ട് വാങ്ങുന്നത് ഈ ഒരു ഉത്സവം വരുമ്പോഴേ. എന്നിട്ട് കാണിക്കും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേ ഞാൻ ഹരിപ്പാട്ട് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം പച്ചക്കറികളിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ നമുക്കിന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, പച്ചച്ചക്ക. അപ്പോൾ അത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. പക്ഷേ ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നമുക്ക് ഈ കഷ്ടപ്പെട്ട് ചെയ്താൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സാധനമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എൻ്റെ ഒരു കാര്യം അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരു ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുഴുക്കാണ്. ഇനി വൈകിട്ട് അമ്പലത്തിൽ വീണ്ടും പോകണം. ഹലോ, നല്ല ഇരുട്ടാണല്ലേ. ഞങ്ങൾ വീണ്ടും രാത്രിയായപ്പോൾ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. എന്നെ കാണുന്നൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരുമ്പം കാണാം. ഇതുപോലെ ഇന്നലെ മീൻ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ചേച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കണ്ടുവെച്ച് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടും വന്നിട്ടുണ്ട്. ഈ കയ്യിൽ കിടന്ന് തിളങ്ങുന്നത് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഇച്ചിരി വെളിച്ചത്ത് തന്നിട്ട് സംസാരിക്കാം. ഓക്കെ. ചുമ ഉള്ളപ്പോഴും ഈ പാനീയം കുടിക്കാവുന്നതാണ്. രോഗപ്രതിരോധ അതിശുചിത്വത്തോടുകൂടി തയ്യാറാക്കിയിരിക്കുന്നു.
40 വിലകളിൽ